എല്ലാ നന്മകളുടെയും ഉറവിടം എന്ന ഫാദർ മാത്യു നായ്ക്കമ്പറമ്പിലിൻ്റെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനീഷ് ജോൺ കുമ്പനാട്. യേശു പറഞ്ഞു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. യോഹന്നാൻ 15:5 ശാഖ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകും. തന്മൂലം ഫലം പുറപ്പെടുവിക്കുവാൻ അതിന് കഴിയാതാകും. യേശുവാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്ത വിധം നമുക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുവെങ്കിൽ ആ തടസ്സങ്ങൾ എന്തെന്ന് കണ്ടെത്തുവാൻ ദൈവകൃപ ആവശ്യമാണ്. ദൈവവുമായി ബന്ധപ്പെടണമെങ്കിൽ ആത്മീയമായ വിശുദ്ധി ആവശ്യമാണ്. നമ്മിലെ അശുദ്ധി, ദുരാസക്തി, അഹങ്കാരം, വിനയമില്ലായ്മ, ദുർമോഹങ്ങൾ ഇവ കളയുവാൻ നമ്മുടെ ശക്തി അപര്യാപ്തമായതിനാൽ നാം ദൈവാരൂപിയുടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. യോഹന്നാൻ 15:3 നാം കേൾക്കുന്ന വചനത്തിൻ്റെ ശക്തിയാൽ നമ്മിൽ ശുദ്ധീകരണം സംഭവിക്കുന്നു. ദൈവവചനം ഇരുതല മുനവാൾ മൂർച്ചയുള്ളതാണ്. ദൈവവചനം നാം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ നാമം നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ, യേശുനാമം നാം ഉച്ചരിക്കുമ്പോൾ ദൈവികമായ വിശുദ്ധിയും പാപവിമോചനവും നമ്മിലെ ദൈവം കരുണ കാണിക്കുന്നു. ദൈവനാമം വിളിച്ചപേക്ഷിക്കാൻ ജനതകൾ ഒരുക്കപ്പെടണം. ദൈവാനുഭവം കിട്ടിയവർ മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറയണം. ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞവരും പാപബന്ധനത്തിൽ നിന്ന് മോചനം ലഭിച്ചവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവരും അവരാണ് മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് അറിയിക്കേണ്ടത്. പത്രോസും യോഹന്നാനും ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ വഴിയിൽ അനേകം ഭിക്ഷക്കാരുണ്ടായിരുന്നു. ജന്മനാ മുടന്തനായ ഒരാളെ നോക്കിക്കൊണ്ട് പത്രോസ് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ ജന്മനാ മുടന്തനായ അയാളുടെ കാലുകൾക്ക് ശക്തി കിട്ടി. അയാൾ നടന്നു. ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നവർക്ക് മാനസാന്തരത്തിലൂടെ ജീവിത ലക്ഷ്യം കൈവരും. അപ്പോൾ മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കാൻ അവർക്ക് കഴിയും. എന്താണ് ഏറ്റവും വലിയ നന്മ? ദൈവം തന്നെയാണ് എല്ലാ നന്മകളും. മനുഷ്യ വ്യക്തികളിലും അവരുടെ കഴിവുകളിലും രക്ഷയ്ക്കായി ആശ്രയിക്കുന്നവരെ നാം കാണുന്നു. സ്വന്തം മാതാപിതാക്കളിലും മക്കളിലും ആശ്രയം വയ്ക്കുകയും ദൈവത്തിൽ ആശ്രയം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്നത് കാണുവാൻ സാധിക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. എന്നാൽ ഇവർ കണ്ടെത്തുന്ന രക്ഷ താൽക്കാലികമാണ്. ദൈവത്തിലേക്ക് മാനസാന്തരപ്പെടുന്ന വ്യക്തി നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുന്നു. ഇതിന് പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനവും ശക്തിയും വേണം. പാപങ്ങൾ നീക്കുന്നവനും ഓരോ വ്യക്തിയെയും പരിപാലിക്കുന്നവനുമായ ദൈവത്തിന് മനുഷ്യനെക്കുറിച്ച് സ്നേഹത്തിൻ്റെതായ ഒരു പദ്ധതിയുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, ഉള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ജെറമിയ 29:11. നാം എല്ലാവരും വിശുദ്ധരാകണം, അശുദ്ധരാകരുത്. എന്തുകൊണ്ടെന്നാൽ നാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനപദവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. 1 പത്രോസ് 2:9. പിന്നെ രക്ഷിതാവായി സ്വീകരിക്കുകയും യേശുവിൽ ജീവിതം അടിയറ വയ്ക്കുകയും ചെയ്യുമ്പോൾ, പാപം പശ്ചാത്തപിച്ചുപേക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ശക്തിയും നമ്മിലേക്ക് ഒഴുകിയെത്തുന്നു. നമുക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവമുണ്ടാകുന്നു. അരൂപിയുടെ അഭിഷേകം ലഭിക്കുന്നു. സ്വന്തമായിട്ടൊന്നുമില്ലാതെ ദരിദ്രനായി ജനിച്ച യേശു ഈ ലോക ജീവിതം ശ്രേഷ്ഠവും വിലപ്പെട്ടതുമായി കണ്ടിരുന്നെങ്കിൽ 33-ാമത്തെ വയസ്സിൽ ജീവിതം ബലിയർപ്പിക്കുവാൻ സമ്മതിക്കുമായിരുന്നില്ല. അവിടുന്ന് തൻ്റെ അന്ത്യം മുൻകൂട്ടി കണ്ടിരുന്നു. മുൻകൂട്ടി കണ്ട് സ്വമനസാലെ സ്വീകരിച്ച ക്രൂശമരണമായിരുന്നു നമ്മുടെ കർത്താവിൻ്റേത്. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമായി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിനായി അവിടുന്ന് മരിച്ചു. അതോടൊപ്പം മറ്റൊരു അറിവും അവിടുന്ന് നമുക്ക് നൽകുന്നു. ഈ ലോക ജീവിതമല്ല, വരാനിരിക്കുന്ന നിത്യജീവനാണ് ഏറ്റവും പ്രധാനം എന്ന അറിവ്. നിത്യജീവൻ,
അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മെ ഒരുക്കുന്നത്. ഈ ഭൂമിയിൽ സുഖസമ്പൂർണമെന്ന് തോന്നുന്നതെല്ലാം വെള്ളത്തിലെ കുമിള പോലെ അപ്രത്യക്ഷമാകും. ദൈവത്തിൻ്റെ ഇഷ്ടമെന്താണോ അത് മാത്രമേ നിലനിൽക്കൂ. പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. പശ്ചാത്താപവും മാനസാന്തരവും ഇല്ലാത്തതുകൊണ്ടും ദൈവത്തിലേക്ക് എത്താത്തത് കൊണ്ടുമാണ് നാം സുഖഭോഗ ജീവിതം നയിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ദരിദ്ര കുടുംബത്തിൻ്റെ കഷ്ടത കാണാതെ പോകുന്നത്. അതുകൊണ്ടാണ് പശ്ചാത്തപിക്കണമെന്നും മാനസാന്തരപ്പെടണമെന്നും ലോകസുഖങ്ങളിൽ ആകൃഷ്ടരാകരുതെന്നുമുള്ള ഓർമ്മപ്പെടുത്തലുകൾ ആവർത്തിച്ച് മുഴങ്ങുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.